ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, ജീവിതത്തിൽ തോറ്റുകൊടുക്കാൻ മടിയുള്ളവരാണ് പലപ്പോഴും നമ്മൾ. ജനിച്ചു വീഴുന്ന ആദ്യ നാൾ മുതൽ നാം കേൾക്കുന്നത് എവിടെയും എന്തിനും വിജയിച്ചു നിൽക്കണം എന്നുള്ള മന്ത്രമാണ്. ഏതെങ്കിലും കാര്യത്തിലൊക്കെ നാം പരാജയപ്പെട്ടാൽ നമ്മെ സംബന്ധിച്ച് അത് വലിയ അപമാനമാണ്. ചിലരൊക്കെ വിജയിക്കാൻ വേണ്ടി തെറ്റായ ഏത് വഴികളും സ്വീകരിക്കാൻ തയ്യാറാകും. മഹാന്മാരായവരുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നാം കാണുന്ന ഒരു വസ്തുതയുണ്ട്. അവരാരും ഒറ്റ പരിശ്രമത്തിൽ വിജയിച്ചവരല്ല. പരാജയപ്പെട്ട് അതിൽ നിന്ന് കയറി വന്നവരാണ്. വിശുദ്ധ യോസേപ്പിതാവിൻ്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോഴും അദ്ദേഹം ഒത്തിരി പ്രാവശ്യം തൻ്റെ ജീവിതത്തിൽ തോറ്റുകൊടുത്ത വ്യക്തിയാണ്. മറിയം ഗർഭിണിയാണെന്നറിഞ്ഞിട്ടും ദൈവപിതാവ് തന്നോട് സ്വീകരിക്കാൻ പറഞ്ഞപ്പോൾ അവളെ ഇരു കരങ്ങളും നീട്ടി സ്വീകരിക്കുന്ന ജോസഫ് തോറ്റുകൊടുക്കലിൻ്റെ മാതൃകയാണ് കാണിച്ചു തരുന്നത്. തൻ്റെ മകന് പിറക്കുവാൻ ഒരിടം കിട്ടാതെ ബെത്ലഹേമിലൂടെ അലഞ്ഞു തിരിഞ്ഞു നടക്കുമ്പോൾ അദ്ദേഹം ഒരു പരാജിതൻ്റെ വേഷമായിരുന്നില്ലേ നമ്മുടെ മുൻപിൽ കാണിക്കുന്നത്. വീണ്ടും അദ്ദേഹം തൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഹെറോദേസിൽ നിന്ന് രക്ഷപ്പെട്ട് ഈജിപ്തിലേക്ക് ഓടുമ്പോൾ അതും ഒരു പരാജയത്തിൻ്റെ വ്യക്തമായ പ്രകടനമല്ലേ. ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ജീവിതത്തിൽ ഏറെ പരാജയങ്ങൾ നേരിട്ട വ്യക്തിയാണ് വിശുദ്ധ യോസേപ്പ്. ഈ തച്ചൻ്റെ മകൻ ഈശോയും കുരിശിൽ ഏറ്റുവാങ്ങിയത് ലോകത്തിൻ്റെ മുൻപിലെ വലിയ അവഹേളനവും പരാജയവും നിറഞ്ഞ കുരിശുമരണമല്ലേ. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ പരാജയങ്ങൾ വലിയ മഹത്വത്തിനുള്ള വഴികളായിട്ടാണ് വിശുദ്ധ യോസേപ്പ് തൻ്റെ ജീവിതത്തിൽ കണ്ടത്. തൻ്റെ പരാജയങ്ങളിൽ തന്നെ കുറ്റപ്പെടുത്തുകയോ ദൈവത്തിനെതിരെ പരാതി പറയുകയോ അദ്ദേഹം ചെയ്യുന്നില്ല. നമ്മുടെ ജീവിതത്തിലും ചെറുതും വലുതുമായ പരാജയങ്ങൾ വരുമ്പോൾ നഷ്ടധൈര്യരാകാതെ ഈ പുണ്യനാഥൻ്റെ ജീവിത മാതൃക നമുക്ക് അനുകരിക്കാം. ഈ പുണ്യനാഥനെ പോലെ നമ്മുടെ ജീവിതത്തിലെ പരാജയങ്ങളിലും നമുക്ക് നല്ല മനസ്സോടെ സ്വീകരിക്കാനും ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുന്നതിൽ ആനന്ദിക്കാനും കഴിയട്ടെ. അതിനുള്ള കൃപയ്ക്കായി യോസേപ്പിതാവിൻ്റെ മധ്യസ്ഥം നമുക്ക് ചോദിച്ച് പ്രാർത്ഥിക്കാം. നന്ദി.